ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ സിംഗിൾ ഫേസ് ഡി ബിക്ക് കൊടുക്കുന്ന ഫ്യൂസ് യൂണിറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യമേ തന്നെ അതിൻ്റെ ആംബിയർ ഒന്ന് നോക്കുക. 16 ആംബിയർ 415 വോൾട്ട്, 32 ആംബിയർ 240 വോൾട്ട്. ഇത് രണ്ടിലും നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഫ്യൂസ് യൂണിറ്റാണ് ഫ്യൂസ് കാരിയറാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ MRP ഒന്ന് നോക്കുക. 125 രൂപയാണ് അതിൻ്റെ MRP വരുന്നത്. ഫുൾ സെറ്റായിട്ട് വരുന്നത് അതിൻ്റെ കാരിയറും പിന്നെ അതിൻ്റെ ഫ്യൂസ് യൂണിറ്റും കൂടിയിട്ടാണ് മൊത്തം വരുന്നത്. അതായത് ഫ്യൂസ് നമുക്ക് കൊടുക്കാനുള്ള വയർ കൊടുക്കാനുള്ള ഫ്യൂസിൻ്റെ കാരിയറും വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന സോക്കറ്റും നമുക്ക് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്യൂസ് യൂണിറ്റ് വരുന്നത്. ഫ്യൂസ് യൂണിറ്റ് അതിൻ്റെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 16 ആംബിയർ 415 വോൾട്ടേജ്. അതായത് 3 ഫേസിലാണെങ്കിൽ 16 ആംബിയർ എടുക്കും. 415 വോൾട്ടാണ് 3 ഫേസ് വരുന്നത്. സിംഗിൾ ഫേസ് ആണെങ്കിൽ 240, അതായത് 32 ആംസാണ് ടോട്ടൽ എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ വാട്ട്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ടും ഈക്വലായിട്ട് വരും. അതായത് ഇതിൻ്റെ കൊടുത്തിരിക്കുന്ന ബാക്കിൽ കാണുന്നുണ്ടോ ആ ഹോളിലാണ് നമ്മൾ കറക്റ്റായിട്ട് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരിയർ ആദ്യമേ തന്നെ നല്ല രീതിയിൽ എവിടെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സിംഗിൾ ഫേസിലാണെങ്കിൽ മീറ്റർ ബോക്സിൻ്റെ അകത്താണ് കൊടുക്കുന്നത്. അതായത് ഏറ്റവും ആദ്യം തന്നെ മീറ്ററിലേക്കാണ് KCB കണക്ഷൻ വരുന്നത്. അതിൽ നിന്നും DBയിലേക്ക് പോകുന്നതിന് മുന്നായിട്ടാണ് ഫ്യൂസ് കാരിയർ നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫുൾ സെറ്റ് വരുന്നത്. ആദ്യമേ തന്നെ ഇതിൻ്റെ രണ്ട് അറ്റങ്ങളൊന്ന് നോക്കുക. അതായത് സെൻറ്ററിൽ നമ്മൾ നെറ്റ് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യണം, ഉറപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആ സെൻറ്ററിൽ കാണുന്ന ഹോള് കൊടുത്തിരിക്കുന്നത്. ആ ഹോളിൽ നമ്മൾ നെറ്റ് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാം. അത് മെറ്റലിൻ്റെ ഷീറ്റായിരിക്കും നമ്മുടെ നമ്മുടെ മീറ്റർ ബോക്സിൽ വരുന്നത്. അതിൽ ഹോൾ ഓൾറെഡി ഉണ്ട്, അത് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കണം. അതിനുശേഷം രണ്ട് ഹോളുകളുണ്ടോ, ഈ പറയുന്ന ബ്രാസിൻ്റെ സോക്കറ്റ്, അതായത് നമുക്ക് നെറ്റ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ ടൈറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വയർ നോർമലി നമ്മൾ 6ൻ്റെ വയർ അല്ലെങ്കിൽ 4ൻ്റെ വയറാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് സിംഗിൾ ഫേസിന് വേണ്ടിയിട്ട് മീറ്ററിൽ നിന്നും DBയിലേക്ക് പോകാനും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടറ്റമാണ് കൊടുക്കുന്നത്. ഈ രണ്ടറ്റത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ചിങ് ഇല്ല. അതായത് ഒരറ്റത്ത് നമ്മൾ കൊടുക്കുന്നു, അറ്റത്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള കോൺടാക്ട്സ് വരുന്നത് ഈ മുകളിൽ കാണുന്ന ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന കാരിയർ ഉപയോഗിച്ചിട്ടാണ് കോൺടാക്ട്സ് വരുന്നത്. അങ്ങനെയാണ് ഫ്യൂസായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്യൂസ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓവർലോഡ് വരുന്ന സമയത്ത് ഫ്യൂസ് ഉരുക്കി പോകണം. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ കാണുന്ന നെറ്റ് അടുത്ത് നെറ്റിലേക്ക് സ്ക്രൂവിലേക്ക് നമ്മൾ ഒരു ചെറിയൊരു കമ്പി, അതായത് നൂൽക്കമ്പി എന്ന് പറയാം, അല്ലെങ്കിൽ നൂൽക്കമ്പി എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ കോപ്പറിൻ്റെ തന്നെ വയറിൻ്റെ 3 ഇഴയിൽ കൂടുതൽ അല്ലെങ്കിൽ 2 ഇഴയിൽ കൂടുതൽ നമ്മൾ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് നമ്മളവിടെ ടൈറ്റ് ചെയ്ത് കെട്ടിയതിന് ശേഷം ഈ പറയുന്ന രണ്ട് സോക്കറ്റുകൾ കണ്ടാൽ മുകളിലും താഴെയും കാണുന്ന രണ്ട് സോക്കറ്റുകൾ തമ്മിലാണ് കോൺടാക്ട്സ് വരുന്നത് ഇവിടെ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പറയുന്ന കോൺടാക്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ ഒരു ക്ലാമ്പ് പോലെ കണ്ടോ, ആ ക്ലാമ്പ് ലൂസായിരുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ആർക്ക് വന്നിരിക്കുന്ന എഫക്റ്റ് ഫീൽ ചെയ്യും. അതായത് കോൺടാക്ട്സ് കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫ്യൂസ് യൂണിറ്റ് വാങ്ങിച്ചാൽ കൂടിയും അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് ഈ പറയുന്ന നമ്മൾ സോക്കറ്റ് ഇടുന്ന സമയത്ത് ഫുൾ ടൈറ്റായിട്ട് വേണം അതിൻ്റെ അകത്തിരിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ആംബിയർ, അതായത് വീട്ടിലെ ഉപകരണങ്ങൾ കാര്യങ്ങളൊക്കെ നല്ല ആംബിയറിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് ആർക്ക് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ ആർക്ക് ചെയ്യുന്നതിൻ്റെ പ്രത്യേകിച്ച് ആർക്ക് ചെയ്ത് ഒന്നല്ലെങ്കിൽ ആ ഫ്യൂസ് യൂണിറ്റ് കരിഞ്ഞു പോകും, അല്ലെങ്കിൽ പെട്ടെന്ന് കത്ത് പിടിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ ആർക്ക് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന പ്ലേറ്റ് നന്നായിട്ട് അടുപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്യൂസ് യൂണിറ്റ് ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ഫ്യൂസ് യൂണിറ്റ് നമ്മൾ ഉറപ്പിക്കുന്ന രീതി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഫേസിലും 3 ഫേസിലും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം. 3 ഫേസിലാവുന്ന സമയത്ത് 3 ഫ്യൂസ് യൂണിറ്റാണ് ഉള്ളത്. അത് വ്യത്യാസമുണ്ട്. അതായത് 32 ആംസ് 415 വോൾട്ട് എന്ന് പറയുമ്പോൾ ഇത് 16 ആംബിയറാണ് വരുന്നത്. മറ്റേത് 32 ആംസ് എന്ന് പറയുന്നത് ഹൈ ആയിട്ട് വലിപ്പം കൂടുതലുള്ള ഫ്യൂസ് യൂണിറ്റാണ് നമ്മൾ 3 ഫേസിൽ വരുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ഫ്യൂസ് യൂണിറ്റിനെ കുറിച്ചിട്ട് ഏകദേശം എങ്ങനെ കൊടുക്കാമെന്നുള്ള ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date.